എന്റെ പഴയ പാർട്ടിക്കാരാണെങ്കിൽ പശുവിനെ തൊടാൻ പാടില്ല, ഒരു മൃഗത്തെയും തൊടാൻ പാടില്ല. മനുഷ്യർക്ക് ജീവിക്കാൻ മാത്രം ഇവരിവിടെ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മനുഷ്യരാണ്. ബാക്കി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുഴുവൻ നിയമങ്ങൾ. മൃഗങ്ങളെ സംരക്ഷിക്കാനാണ് രാജ്യത്തെ മുഴുവൻ നിയമങ്ങൾ. മൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ മനുഷ്യന് ജീവിക്കാൻ നാട്ടിൽ അവകാശമില്ലേ? ആ ജീവിക്കാനുള്ള അവകാശത്തിന്മേൽ വന്യമൃഗങ്ങളുടെ ആധിക്യം വലിയ പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ സർക്കാരുകൾ തീരുമാനമെടുക്കണ്ടേ? എന്തേ സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നു? കേന്ദ്രം പറയുന്നു കേരളം ചെയ്യട്ടെ, കേരളം പറയുന്നു കേന്ദ്രം പറയാത്തത് കൊണ്ടാണ്. ഇവരിങ്ങനെ ടെന്നീസ് ബോൾ അടിക്കുന്നത് പോലെ ഈ നിയമങ്ങൾ ഇട്ടടിച്ച് അതിന് നടുക്ക് ഈ മലയോര നിവാസികളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിലിപ്പോ തൃശൂർ പൂരമടക്കമുള്ള പൂരം മുടക്കിയതിന്റെ കഥ നമുക്ക് പിന്നെ പറയാം. പക്ഷെ പൂരമടക്കമുള്ള വിഷയങ്ങൾ മുടങ്ങാനുള്ള അടിസ്ഥാന കാരണം എന്താ? ആനയെ കിട്ടാനില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ആനയെ കിട്ടണമെങ്കിൽ, തെച്ചിക്കോട്ട് രാമേന്ദ്രനെ കിട്ടണമെങ്കിൽ ഇപ്പൊ 13 ലക്ഷം റുപ്യാണ് ഒരു ദിവസത്തെ എഴുന്നള്ളത്തിന് കൊടുത്തെന്നാ പറയുന്നത്. 13 ലക്ഷം റുപ്യ ഒരൊറ്റ എഴുന്നള്ളത്തിന്. നാട്ടാനയെ കിട്ടാനില്ല. എന്താ കാരണം? ബീഹാറിൽ നിന്ന് ആനയെ കൊണ്ടുവരാനും പാടില്ല, കേരളത്തിലുള്ള കാട്ടാനയെ പിടിക്കാനും പാടില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞാൽ ഈ നാട്ടിൽ പൂരം ബാക്കി ഉണ്ടാവുമോ? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നിലവിലുള്ള ആനകളൊക്കെ ചെരിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പള്ളി നേർച്ചകളുടെ അവസ്ഥ എന്തായിരിക്കും? പള്ളി പെരുന്നാളുകളുടെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തെ ലോകത്തിന് മുന്നിൽ ദൃശ്യവൽക്കരിക്കുന്നതിൽ തൃശൂർ പൂരത്തിനുള്ള പങ്ക് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? കേരളത്തെ ലോകത്തിന് മുന്നിൽ കാണിക്കുന്നതിൽ നമ്മുടെ ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക്, ക്ഷേത്രോത്സവങ്ങൾക്ക്, പള്ളി നേർച്ചകൾക്ക്, പെരുന്നാളുകൾക്ക് ഉള്ള പങ്ക് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? പക്ഷെ ആ എഴുന്നള്ളത്തിലെ, ഉത്സവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായിട്ടുള്ള ആനകൾ, ഇന്ന് നമുക്ക് ആനകളെ കൊണ്ടുവരാൻ നിയമ തടസ്സമാണ്. ആനകളെ എഴുന്നള്ളിക്കാൻ നിയമ തടസ്സമാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ അന്വേഷിച്ച് നോക്കിയ സമയത്ത് കേരളത്തിലെ കാടുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറം ആനകളാണ്. ആ ആനകളാണ് ഇപ്പോ ഓരോ ദിവസവും കേരളത്തിലെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഇറങ്ങി നമ്മുടെ കൃഷി നശിപ്പിക്കുന്നു, നമ്മുടെ ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു, നമ്മുടെ വാഹനങ്ങൾ നശിപ്പിക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ തെച്ചിക്കോട്ടോ രാമേന്ദ്രനും മംഗലാംകുന്ന് കർണനൊക്കെ ആയിരുന്നു ഫാൻസ്. ഇപ്പൊ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും വരെ ഫാൻസാ, ഫ്ലക്സ് ബോർഡാ. കാട്ടാനയ്ക്ക് വരെ ഫ്ലക്സ് ബോർഡാ. എന്നിട്ട് ആന പോകുന്ന റോഡ്, കാട്ടാനയെ പിടിച്ചു കൊണ്ടുപോയ റോഡിന്റെ ഫോട്ടോ എടുത്ത് റിയാസ് പറയാണ്, കണ്ടോ കേരളത്തിന്റെ റോഡ് കണ്ടോ എന്നാ പറയുന്നത്. ഈ കാട്ടാനയെ കൊണ്ടുപോയേണ്ട സാഹചര്യം എന്താ? ജനങ്ങളുടെ പ്രശ്നം അതല്ലേ? ഈ എണ്ണം കൂടുതലായി കഴിഞ്ഞാൽ, കാടിന്റെ വിസ്തൃതിയേക്കാൾ കൂടുതൽ, ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആനകൾ പെരുകിയിരിക്കുന്നു. ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കടുവകൾ പെരുകിയിരിക്കുന്നു. ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കാട്ടുപന്നികളും മറ്റു വന്യമൃഗങ്ങളും വർദ്ധിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ജീവന് അപകടകരമായിട്ടുള്ള ക്ഷുദ്രജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഉള്ള അവകാശം ഈ കേരളത്തിലെ മലയോര നിവാസികൾക്ക് നൽകാൻ ഇനിയും സർക്കാരുകൾ മടിച്ചു നിൽക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾ എത്ര കാലം ഈ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കും? എത്ര കാലം നമുക്കിത് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട്, മലയോര നിവാസികളുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് മൗനം പാലിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കും? ആ മൗനം ലംഘിക്കേണ്ട സമയമായിരിക്കുന്നു, മൗനം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഈ സമര പ്രക്ഷോഭയാത്രയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ സമര പ്രക്ഷോഭയാത്രയുമായി മുന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് കേവലം മലയോര മേഖലയുമായി ബന്ധപ്പെട്ടത് മാത്രമായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മളുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന വലിയ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി ഓഫ് ബജറ്റ് ബോറോവിംഗ് നടത്തി കോടിക്കണക്കിന് രൂപയുടെ കടമെടുത്തുകൊണ്ട് ബജറ്റിന് പുറത്ത് ചില പദ്ധതികൾ നടപ്പാക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിമർശനം UDF ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അപകടമാണ് എന്ന് UDF അന്നേ മുന്നറിയിപ്പ് നൽകിയതാണ്. ബജറ്റിന് പുറത്ത് കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വായ്പ എടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള റവന്യൂ ജനറേഷനും ഇല്ലാത്ത പദ്ധതികൾക്ക് കൊണ്ടുപോയി പണം നിക്ഷേപിച്ച്, വരുമാനമില്ലാത്ത പദ്ധതികളിൽ പണം നിക്ഷേപിച്ച് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ നിങ്ങൾ മുച്ചൂടും മുടിക്കുമെന്ന് UDF അന്നേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അന്ന് UDF കൊടുത്ത മുന്നറിയിപ്പ് ഇന്ന് യാഥാർത്ഥ്യമായി വന്നില്ലേ?
ഇന്നിപ്പോ CPM പറയുന്ന, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പറയുന്നത് 50 കോടി രൂപയ്ക്ക് മേൽ നിർമ്മാണ ചെലവുള്ള സകല കിഫ്ബി റോഡുകൾക്കും പാലങ്ങൾക്കുമൊക്കെ ഇനി മുതൽ യൂസർ ഫീ പിരിക്കും. പണ്ട് ബന്ദ് നിരോധിച്ചപ്പോ ഹർത്താൽ നടത്തിയതുപോലെയാ. രണ്ടും നാട്ടുകാരുടെ പുകലിലെ പണം പിരിക്കുമെന്ന് തന്നെയല്ലേ പറയുന്നത്. കേന്ദ്രം ദേശീയപാതകളിൽ മുഴുവൻ ടോൾ വെച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുമ്പോ ഇനി കേരളത്തിലെ പഞ്ചായത്ത് റോഡിൽ ഇറങ്ങണമെങ്കിൽ പോലും നമ്മൾ പണം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം പോവുകയാണ്. പാല് വാങ്ങാൻ രാവിലെ പാൽ സൊസൈറ്റിയിലേക്ക് പോകേണ്ടി വന്നാൽ പോലും സംസ്ഥാന സർക്കാർ